ഹലോ ഗൈസ്, അപ്പോൾ ആദ്യക്കൊണ്ട് ഇങ്ങനെ ഇരുത്തിയിട്ടാട്ടോ ഞാനൊന്ന് കുളിക്കാനൊക്കെ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് ശബ്ദം വെക്കും, അവൻ ഇവിടുന്ന് ശബ്ദം വെക്കും, അങ്ങനെയൊക്കെ കേട്ടോ ഞാനൊന്ന് കുളിച്ചിട്ട് ഇറങ്ങി വരുന്നത്. പക്ഷേ ആൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് തേണ്ട വിശക്കുന്നുണ്ടായിരുന്നു, ഞാൻ എടുത്ത് ഫീഡ് ചെയ്തിട്ടാട്ടോ പിന്നത്തെ പണി ചെയ്തത്. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ വോക്കർ മേടിച്ചതിന് ശേഷം ആൾ ഇതിൻ്റെ അകത്ത് നല്ല ആക്റ്റീവാട്ടോ. അപ്പോൾ ഞാൻ അവിടെ കിടന്ന ടേബിളൊക്കെ എടുത്ത് മാറ്റിയിട്ടാട്ടോ ഈ വോക്കർ ഇട്ട് കാണാം. സ്പീഡിലാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇടിക്കത്തില്ല, ഈ ചതുരത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. ഞാനിത് കൂടുതലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും എനിക്കിപ്പോൾ ഒരു നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 10 മാസം സ്റ്റാർട്ടായത് കൊണ്ടാട്ടോ, അവന് നടക്കാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കൂടി വരുന്നതുകൊണ്ടാട്ടോ ഇത് വാങ്ങിയത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടി ചപ്പാത്തിയും കടലക്കറിയും ആക്കാമെന്ന് ഓർത്തോട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കറിൽ അടിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഞാനൊന്ന് വിസിലടിച്ച് വെപ്പിക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ പരിപാടിക്ക് കൊണ്ട് ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. തേങ്ങാപ്പാലൊന്നും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. എനിക്കും മനുഷ്യരുടെ തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചോട്ടെ ഈ ഒരു ടവൽ, നമ്മുടെ ഇതെല്ലാം തുടച്ചെടുക്കാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഓരോ വൈറലായിട്ടൊക്കെ വരുന്നില്ല, അതുപോലത്തെയൊക്കെ ഒരു സാധനം തന്നെ കേട്ടോ, നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം വന്ന് വിളി തുടങ്ങി കേട്ടോ, അവന് മടുത്തു തുടങ്ങി. പിന്നെ ഞാൻ അവനെ എടുത്തു കേട്ടോ, അവനെടുത്ത് പിന്നെ ഇനി അവന് ഫീഡ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.